ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അമർഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വൊളാറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ മിക്സഡ് ട്രെൻഡാണ്. ഏഷ്യയിലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്നലെ ഡൗ ജോൺസും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതുപോലെ തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $73.7 പെർ ബാരലിനാണ് ആയിട്ടാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഹിൻഡാൽകോ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് രംഗത്തേക്ക് കടക്കുകയാണ്, പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ NTPC ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ പുതിയ പ്ലാന്റ് 700 മെഗാവാട്ടിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കാനാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ സമ്മിറ്റിൽ ധാരാളം പ്രൊജക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കമ്മിറ്റ്മെൻറ്റുകളൊക്കെ കമ്പനികൾ കൊടുത്തിരുന്നത് അതാത് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ടാറ്റ പവർ, REC, IRED, അഡാനി ഗ്രീൻ ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളും ധാരാളം പ്രൊജക്റ്റുകളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2030 ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്തേക്കാളും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പൊതുവെ ആ സെക്ടറിന് പോസിറ്റീവാണ്. ജൂപ്പിറ്റർ വാഗൻസ് ഇപ്പോൾ ഒരു ഫോർജ്ഡ് വെൽ മാനുഫാക്ചറിങ്ങിൻ്റെ അക്വയർ ചെയ്തൊരു കമ്പനിയിൽ കൂടിയാണ്. അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണ്. 2500 കോടി സ്പെൻഡ് ചെയ്യുകയാണ്. 2027 കൂടിയാണത് കമ്മീഷൻ ചെയ്യുള്ളൂ. ടോറൻറ്റ് പവറിന് വീണ്ടും മഹാരാഷ്ട്രയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 1500 മെഗാവാട്ടിൻ്റെ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റിനാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള മറ്റ് കമ്പനികൾ ഇൻഫോസിസ്, മൈട്രിപ്പ്, അതുപോലെ തന്നെ JBM ഓട്ടോ, IRED ഇതൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള കമ്പനികൾ. പൊതുവേ നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടൻ്റ് ആക്ടിവിറ്റിയാണ്. വൊളാറ്റിലിറ്റിക്ക് ഉണ്ടാവാൻ US ഫെഡിൻ്റെ ഡിസിഷന് ശേഷമാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു ആക്ഷൻ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് ഞാൻ ഇന്നലെ വീണ്ടും സജസ്റ്റ് ചെയ്തിട്ടുള്ള IRED ആണ്. അതോടൊപ്പം തന്നെ റിസ്ക് ടേക്കിംഗ് ഇൻവെസ്റ്റേഴ്സിന് റിലയൻസ് ഇൻഫ്രയും, റിലയൻസ് പവറൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ഒപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ മറ്റേ എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ കുറേ പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.